എന്നാൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടികളുടെ ഭാഗമായിട്ട് അതിന്റെ പിന്തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ മുഖാമുഖ പരിപാടി. എൻ്റെ പേര് ബാബു ഫാൻറ്റസി എന്ന മലപ്പുറത്ത് അറിയാം. ഞങ്ങൾ മലപ്പുറത്തുള്ള മാക്ക പ്രശാന്ത് ഞങ്ങളൊക്കെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വർക്ക് എന്നാൽ രണ്ടാളെ വെച്ച് വന്ന് അമ്പാടി കാലിലെ ആർട്ടിസ്റ്റാണ്. പിന്നെ ഒരാളും കൊണ്ടുവരുന്നു, ആളും ചാലക്കുടിയുള്ള ആളാണ്. അവർ ചെയ്ത വർക്കാണത്. ഇത് എന്നാൽ ഇപ്പം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടികളുടെ ഭാഗമായിട്ട് അതിന്റെ പിന്തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ മുഖാമുഖം പരിപാടി നടത്തുന്നത്. അതായത് 2000-ലധികം വരുന്ന കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു നേരിട്ട് അഭിമുഖം നടത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇതുപോലത്തെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പല ആളുകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് അക്കാദമീൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ തീമുകളല്ലോ അറിയാം. ഇത് തീം പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില്ല, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതവും പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത്രയേറെ നമ്മൾ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് പറഞ്ഞാൽ വെറും ത്യാഗങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടാകുള്ളൂ. അതിനപ്പുറത്തേക്ക് ഉള്ളതൊന്നും നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കുള്ളതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ദേവാലയങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ അക്കാദമിയാണ് തരുന്നത്. അതൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങൾ റെഡിയാണ്. ആദ്യമായിട്ടാണ് എത്ര ഒരു വർക്ക്? അല്ല ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. എങ്ങനെ ഞങ്ങളിപ്പോൾ പല രീതിയിലും ഇപ്പോൾ സമ്മേളനങ്ങളുടെ പിന്നെ സ്റ്റേജിൻ്റെ ബാക്ക്ഡ്രോപ്പ്, അതുപോലെ ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലക്സ് അതെ, അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ മൂല്യം തിരിച്ചറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അവർക്ക് ഒരു ഫ്ലക്സ് ബോർഡ് 10 ഫ്ലക്സ് ബോർഡ് വെക്കുന്നതിന് പകരം ഞങ്ങൾ ഒരു 1-2 വർക്ക് ചെയ്താൽ അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫ്ലക്സ് ബോർഡ് എന്താ വെച്ചാൽ നമ്മൾ ചെല്ലുന്നു, അപ്പോൾ ആ സ്പോട്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, പ്രിന്റ് എടുത്ത് പോവാം. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് പിന്നെ വർക്ക് കൂടുതൽ ചെയ്യണം. അപ്പോൾ അതായത് ഒരു സമയം എടുക്കുന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ നമ്മളിപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർഷക സമരമായിട്ട് ബന്ധപ്പെട്ട് വെച്ചതാണ്. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നിത്യത്തെ ജീവിതത്തിൽ കാണുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുമായിട്ടൊരു ബന്ധപ്പെട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ മുഖാമുഖം പരിപാടിയുടെ ലോഗമാണ്. അതെ. ഇല്ല, ഇതിപ്പോൾ അവർ സംസ്ഥാന സർക്കാർ ചെയ്യിച്ചൊരു ഡിസൈൻ ലോഗോയാണത്. ഇത് നമ്മൾ നേരെ പ്രതി ചെയ്യുന്നു, അതിൽ നമ്മൾ മാറ്റൊന്നും വരുന്നില്ല. പിന്നെ ഇത് ബാക്കിയുള്ള ചിത്രങ്ങൾ വരുന്നത് നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ നമ്മൾക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, അത് നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഞാനൊരു അമേറ്റവും കൊമേഴ്സും കൂടിയായുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇത് കേരള സർക്കാരിൻ്റെ മുഖാമുഖം എന്ന ഒരു പരിപാടിയിൽ ഭാഗമായിട്ട് മലപ്പുറം ആസ്ഥാനത്ത് ലളിതകല അക്കാദമിയോട് കൂടിയിട്ട് ചേർന്നിട്ട് ഒരു ഗ്രാഫിറ്റി എന്ന് പറയുന്ന ഒരു ആർട്ട് രൂപമുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു
പരസ്യ പ്രചരണമാണിത്. അതിന് കേരള സർക്കാരിന് വേണ്ടിയിട്ട് വന്ന് വർക്ക് ചെയ്യുകയാണ്. 25-ാം തീയതി മുഖ്യമന്ത്രിയും തിരഞ്ഞെടുക്കപ്പെട്ട 2000 കലാകാരന്മാർ, വിവിധ മേഖലയിലുള്ള പല കലാകാരന്മാരും സമ്പാദിക്കുന്നുണ്ട് തൃശ്ശൂർ വെച്ച്. അതിനു വേണ്ടിയിട്ടുള്ള അതിൻ്റെ പരസ്യ പ്രചരണാർത്ഥം ചെയ്യുന്നൊരു വാർത്തയാണ്. നിങ്ങളിപ്പോൾ ഈ ജോലി ഏൽപ്പിച്ചാരാണ്? ഇത് ഇപ്പോൾ ലളിത അക്കാദമിന്ന് വിളിച്ചിട്ട്, ആർട്ട് ഗാലറിയിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചാണ്. ഈ ആർട്ട് പൂർത്തിയാക്കാൻ വേണ്ടി എത്ര ദിവസം കൊടുത്തത്? ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം ഇന്നലെ ചെയ്തു. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 5 പേര് ഉണ്ടായിരുന്നു. അവർ 4 പേര് 3 പേര് വർക്ക് കഴിഞ്ഞ് പോയി. ഇതിനി അല്പം കുറച്ച് എഴുത്തും ഇതൊക്കെ ഉള്ളൂ, ലോക വരയ്ക്കാനും. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തതാണ്. ഇത് കഴിഞ്ഞു. ഈ ഒരു മണിക്കൂർ കൊണ്ട് തീരും ഈ വർക്കുകളെല്ലാം. എന്തെങ്കിലും തീം എന്ന് പറഞ്ഞില്ല. ആർട്ടിസ്റ്റുകളുടെ ഒരു മനസ്സിലുള്ളത് വരയ്ക്കുക എന്നുള്ളതാണ്. ഇല്ല. ഇതിന് ഗ്രാഫിറ്റി എന്ന് പറയുന്ന ഒരു ആർട്ട് മേഖല ഉണ്ട്. അതും ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സ്ട്രീറ്റ് ആർട്ട് അല്ല, ഗ്രാഫിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ട് ഫോമുണ്ട്. ആ ഒരു ഫോമിലാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യും. ഇവിടെ 5 അല്ല, പൊന്നാനിയുള്ള താജ് വക്കർ എന്ന ആളുണ്ട്. പിന്നെ കാലടിയിൽ നിന്ന് വന്ന 2 കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ മലപ്പുറത്ത് തന്നെയാണ്. എൻ്റെ പേര് പ്രശാന്ത്. അപ്പുറത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു ഉസ്മാക. പിന്നെ ബാബു കാരണം നമ്മളൊരു കൂട്ടുകാരൻ. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഇല്ല, മഴ പെയ്താലൊന്നും പോവില്ല. ആൾക്കാർ വന്ന് മായ്ക്കാഞ്ഞാൽ പോവില്ല. ഒരു 2 വർഷം 3 വർഷമൊക്കെ കിടക്കും. ഞാൻ ഉസ്മാൻ, മലപ്പുറത്ത് തന്നെ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പ്രശാന്ത്, ബാബു, സുരേഷ് ബാബു എന്നുള്ള വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഈ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായിട്ട് ഉള്ള ഇതാണ്. സർക്കാരിന് നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംവാദം ചെയ്യുന്ന ഒരു പരിപാടിൻ്റെ ഭാഗമായിട്ടാണിത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ കിസാനിൻ്റെ ഒരു ഗ്രാഫിറ്റി വർക്കാണ് കൂടെ ചെയ്യുന്നുണ്ട്. കിസാൻ സമരത്തിന് അനുകൂലമായിട്ടുള്ള അവർക്ക് ഐക്യദാർഢ്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. പിന്നെ അപ്പുറത്ത് ഇത് ചെയ്തത് നമ്മളെ അക്കാദമിയിൽ തന്നെ 3 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അവർ ചെയ്ത വർക്കുകളാണ് അവിടെ വരുന്നത്. ഈ വർക്കുകൾ അക്കാദമിൻ്റെ വർക്കുകളാണ് ഇവർ ചെയ്യുന്നത്. അക്കാദമി ആർട്ടിസ്റ്റുകൾ തന്നെ. ഞങ്ങളിവിടുത്തെ കൊമേഴ്സ്യൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. ഈ വർക്കുകളൊക്കെ അവർ ചെയ്തത്. പുതുമയായ ഒരു രീതി എന്താണ് ഇതിനോടനുബന്ധിച്ചുള്ളതാണ്. അപ്പോൾ അത് ഗ്രാഫിറ്റി ഇവിടെ അധികം ഒന്നും ചെയ്ത് വരുന്നില്ല. നമ്മളെ മലപ്പുറത്തെ സംബന്ധിച്ചോളം ആർട്ട് ഗാലറിയുടെ ബേസിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നല്ലൊരു ആശയത്തോടുകൂടിയാണ് അക്കാദമിൻ്റെ ആർട്ടിസ്റ്റ് ചെയ്തത് ഈ സാധനം. ഭാഗമായിട്ട് തുടർച്ചയായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് ആർട്ടിസ്റ്റുകൾക്ക് സംവദിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അതിൽ അക്കാദമിയിലെ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മളൊരു കൊമേഴ്സ്യലായിട്ട് മലപ്പുറത്തിൻ്റെ ആർട്ടിസ്റ്റുകളാണ് ഞങ്ങളൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ പ്രശാന്തുണ്ട്, സുരേഷ് ഉണ്ട് എന്നുള്ളതല്ലേ. കേരള സദസ്സിൻ്റെ ഭാഗം തന്നെയാണ് മുഖാമുഖം എന്നുള്ള ഒരു പരിപാടി.
ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.